അല്പം മുമ്പ് തലസ്ഥാന നഗരിയിൽ സമാപനം കുറിച്ചത് പിണറായി സർക്കാരിന്റെ വാർഷികാഘോഷത്തിന് മാത്രമാണ്. 100 മേനിയുടെ വിജയവഴിയിൽ പറഞ്ഞതൊക്കെ പാലിച്ചും നവകേരള നിർമ്മിതിയുടെ കരുത്തുള്ള പ്രഖ്യാപനത്തിന്റെ തുടർച്ചയാണ് യഥാർത്ഥത്തിൽ കൊടിയേറിയത്. എല്ലാ ജില്ലകളിലും എത്തിയ വൻ ജനസാന്നിധ്യം പുതിയ മാറ്റത്തെയും പുരോഗതിയെയും സ്വീകരിച്ചതിനുള്ള തെളിവാണെന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു. രാജ്യത്ത് മറ്റൊരു സംസ്ഥാനത്തിനും കഴിയാത്ത കടന്നുപോയ 9 വർഷവും മുടങ്ങാതെ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്തു തീർത്ത കാര്യങ്ങൾ ഒക്കെയും ജനങ്ങളോട് വിശദീകരിച്ചുകൊണ്ട് പ്രോഗ്രസ് കാർഡുകൾ വർഷാവർഷം പുറത്തിറക്കി. അത് കേവലം യാദൃച്ഛികമല്ല, ചെയ്തതും മാത്രം പറഞ്ഞതെല്ലാം ചെയ്തും തുടരുന്ന ആത്മവിശ്വാസവും വസ്തുതയുമാണ് ഓരോ പ്രോഗ്രസ് കാർഡിൻ്റെയും പിന്നിലെ കരുത്ത്. തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ പാലിക്കാനുള്ളതല്ലെന്ന് പരക്കെ പറഞ്ഞ് കയ്യടിയും നെഞ്ചളവും കാട്ടിയ പല പ്രമുഖരെയും നമുക്കറിയാം. ഇവിടെ കേരളവും അതിൻ്റെ ജനകീയ ഭരണകൂടവും അങ്ങനെയല്ല. നവകേരളം കേവലം പോസ്റ്റർ ക്യാപ്ഷനുമല്ല, മറിച്ച് എല്ലാ തലങ്ങളിലെയും വികസനം എല്ലാവരിലേക്കും എത്തിക്കുന്ന ജനകീയതയുടെയും പ്രായോഗികതയുടെയും പര്യായമാണ്. ക്യാപ്റ്റൻ എന്ന് ജനം വിളിച്ചതും വെറുതെയല്ല. പ്രതിപക്ഷം അനുനിമിഷം ഭസ്മാസുര വരസമാനം പൊലിഞ്ഞു വീഴുമ്പോഴാണ് ഭരണ തുടർച്ചയും വിജയവഴിയിലെത്തിച്ച പ്രോഗ്രസും ജനം തൊട്ടറിയുന്നത്.